ഫ്രാൻസിലെ നോർമണ്ടിയിലുള്ള റൂവനിലെ ഗോത്തിക് കത്തീഡ്രലിൽ തീപിടുത്തം. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ഗോത്തിക് കത്തീഡ്രലുകളിൽ ഒന്നിലാണ് അഗ്നിബാധ ഉണ്ടായിരിക്കുന്നത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കത്തീഡ്രലിൽ നിന്ന് കറുത്ത പുക ഉയരുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. 2019 പാരീസിലെ നോത്രദാം കത്തീഡ്രലിലുണ്ടായ തീപിടുത്തത്തെ അനുസ്മരിപ്പിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ വീണ്ടും ഫ്രാൻസിൽ ആവർത്തിച്ചിരിക്കുന്നത്. 2020 നാന്റസ് നഗരത്തിലെ ഗോത്തിക് കത്തീഡ്രലിനും സാരമായ കേടുപാടുകൾ വരുത്തിയ തീപിടുത്തം സംഭവിച്ചിരുന്നു. പ്രസ്തുത സംഭവത്തിൽ തീപിടുത്തത്തിന് കാരണക്കാരനായി കണ്ടെത്തിയ 42-കാരനായ റുവാണ്ടൻ സ്വദേശി 2021 പടിഞ്ഞാറൻ ഫ്രാൻസിൽ ഒരു വൈദികനെ കൊലപ്പെടുത്തിയ മറ്റൊരു കേസിലും നിയമ നടപടി നേരിട്ട വ്യക്തിയായിരുന്നു. ഫ്രാൻസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അനധികൃത കുടിയേറ്റത്തിന് പിന്തുണ നൽകുന്ന ഇടത് സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ടിന് മുന്നേറ്റം വ്യക്തമാക്കുന്ന ഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രശസ്ത കത്തീഡ്രലിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കത്തീഡ്രൽ ഒഴിപ്പിച്ചതായും അടിയന്തര സേവനങ്ങൾ ലഭ്യമാക്കിയതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ തീയണക്കൽ പുരോഗമിക്കുകയാണെന്നും കത്തീഡ്രലിൽ നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചെന്നും റൂവൻ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലെബ്രൻ അറിയിച്ചു.